ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സയൻസ് ആണ്. PSCയുടെ സയൻസ് പാർട്ടിൽ ചോദിക്കുന്ന ആസിഡുകൾ എന്ന ഭാഗമാണ് ഇന്ന് നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കാം. രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥമാണ് ആസിഡുകൾ. ഇനി ആസിഡുകൾ, ബേസുകൾ അഥവാ ആൽക്കലി എന്നിവയുടെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പറുകളാണ്. ലിറ്റ്മസ് പേപ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ആസിഡ് അഥവാ ആൽക്കലി ആണോ ആസിഡാണോ എന്നിവയുടെ സാന്നിധ്യമൊക്കെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പറുകൾ ഉപയോഗിച്ചിട്ടാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളാണ്. ആസിഡിൽ നീല ലിറ്റ്മസ് ചുവപ്പാകും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളാണ്. ഓക്കെ, അപ്പോൾ രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥമാണ് ആസിഡുകൾ. ആസിഡുകൾ, ബേസുകൾ അഥവാ ആൽക്കലി എന്നിവയുടെ സാന്നിധ്യം അറിയാനായിട്ടാണ് നമ്മൾ ലിറ്റ്മസ് പേപ്പറുകൾ ഉപയോഗിക്കുന്നത്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുകളാണ്. ഓക്കെ, ഇനി എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന പൊതു ഘടകമാണ് ഹൈഡ്രജൻ. PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന പൊതു ഘടകമാണ് ഹൈഡ്രജൻ. ഇനി ഒരു ലായനി ആസിഡാണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നത് അതിലെ pH മൂല്യം അനുസരിച്ചിട്ടാണ്. ഒരു ലായനി ആസിഡാണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നത് pH സ്കെയിലിൽ pH മൂല്യം അനുസരിച്ചിട്ടാണ്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻസൺ ആണ്. ചോദിച്ചിട്ടുണ്ട്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സോറൻസൺ ആണ്. അപ്പോൾ ഒരു ലായനി ആസിഡാണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നത് pH മൂല്യം നോക്കിയിട്ടാണ്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻസൺ ആണ്. ഓക്കെ, ഇനി pH സ്കെയിലിൽ 0 മുതൽ 14 വരെയാണ് മൂല്യം ഉണ്ടായിരിക്കുന്നത്. pH സ്കെയിലിൽ 0 മുതൽ 14 വരെ മൂല്യം ഉണ്ടായിരിക്കും. pH സ്കെയിലിലെ മൂല്യം 7 മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവമുള്ളതും pH സ്കെയിലിലെ മൂല്യം 7 താഴെയുള്ളതാണെങ്കിൽ ആസിഡ് സ്വഭാവമായിരിക്കും. pH സ്കെയിലിലെ മൂല്യം 7 മുകളിൽ, pHൻ്റെ മൂല്യം 7 മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും pH മൂല്യം 7 താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവമായിരിക്കും. ഇനി നിർവീര്യ വസ്തുവിൻ്റെ pH മൂല്യം 7 ആണ്. 7 ആണെങ്കിൽ അത് നിർവീര്യ വസ്തുവാണ്, ആസിഡും അല്ല ബേസും അല്ല. ഓക്കെ, അപ്പോൾ pH സ്കെയിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് 0 മുതൽ 14 വരെയാണ്. ചോദിച്ചിട്ടുണ്ട്. pHൽ 7 മുകളിലാണ്, pH സ്കെയിലിൽ മൂല്യം 7 മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവം, 7 താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവമായിരിക്കും. നിർവീര്യ വസ്തുവിൻ്റെ pH മൂല്യം 7 ആയിരിക്കും. ഓക്കെ, ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ള കുറച്ച് പദാർത്ഥങ്ങളും അവയുടെ pH മൂല്യം നോക്കാം. ശുദ്ധജലത്തിൻ്റെ pH എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ശുദ്ധജലത്തിൻ്റെ pH 7 ആണ്. ശുദ്ധജലത്തിൻ്റെ pH 7 ആണ്. ഇനി രക്തത്തിൻ്റെതാണെങ്കിൽ 7.4 ആണ്. രക്തത്തിൻ്റെ pH മൂല്യം 7.4. ഇനി കടൽ ജലത്തിൻ്റെ ആണെങ്കിൽ 7.5 മുതൽ 8.4 വരെയാണ്. കടൽ വെള്ളത്തിൻ്റെ pH മൂല്യം 7.5 മുതൽ 8.4 വരെ. ഉമിനീരിൻ്റെത് 6.2 മുതൽ 7.6 വരെയാണ്. ഉമിനീര് 6.2 മുതൽ 7.6 വരെയാണ്. നാരങ്ങയുടെ pH മൂല്യം 2.4 ആണ്. നാരങ്ങയുടേത് 2.4. ഇനി വിനാഗിരിയുടെ pH മൂല്യം 4.2 ആണ്. നാരങ്ങയുടേത് 2.4, വിനാഗിരിയുടെ 4.2. ഓക്കെ, അടുത്തത് കാപ്പിയുടെ pH മൂല്യം 5 ആണ്. ചായയുടെ ആണെങ്കിൽ 5.5, പാലിൻ്റെ ആണെങ്കിൽ 6.6. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ശുദ്ധജലത്തിൻ്റെ pH 7 എപ്പോഴും ചോദിക്കുന്നതാണ്. രക്തത്തിൻ്റെത് 7.4, കടൽ വെള്ളത്തിൻ്റെത് 7.5 മുതൽ 8.4 വരെ, ഉമിനീരിൻ്റെ ആണെങ്കിൽ 6.2 മുതൽ 7.6 വരെ, നാരങ്ങയുടെ pH മൂല്യം 2.4, വിനാഗിരിയുടേത് 4.2, കാപ്പിയുടെ ആണെങ്കിൽ 5, ചായയുടെ ആണെങ്കിൽ 5.5, പാലിൻ്റെ ആണെങ്കിൽ 6.6. ഓക്കെ, ഇനി മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ് അസറ്റിക് ആസിഡാണ്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡാണ്. ഇനി വിനാഗിരിയിലുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും അസറ്റിക് ആസിഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡാണ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നതും അസറ്റിക് ആസിഡാണ്. ഓക്കെ, ഇനി ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്കെ, ഇനി രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്, H2SO4. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡാണ്. ഓക്കെ, ഇനി ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, HCl. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്.
ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും അതുപോലെ സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഓക്കെ, ഇനി ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഇനി ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡാണ്. റബ്ബർ പാൽ കട്ടിയാക്കാനായി ചേർക്കുന്ന ആസിഡും ഫോമിക് ആസിഡാണ്. റബ്ബർ പാൽ കട്ടിയാക്കാനായിട്ട് ചേർക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡാണ്. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. അതുതന്നെയാണ് റബ്ബർ പാൽ കട്ടിയാക്കാൻ ചേർക്കുന്ന ആസിഡും ഫോമിക് ആസിഡാണ്. ഓക്കെ, ഇനി അക്വാറീജിയയിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ്. അക്വാറീജിയ സ്വർണ്ണത്തെ ലയിപ്പിക്കാൻ കഴിവുള്ള ദ്രാവകമാണ് അക്വാറീജിയ. അക്വാറീജിയയിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ്. ഓക്കെ, ഇനി അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ്. അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡാണ്. ഓക്കെ, ഇനി അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്ന ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റൈൽ സാലിസിലിക് ആസിഡാണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? ആസ്പിരിനാണ്. അത്ഭുത ഔഷധം എന്നാണ് ആസ്പിരിൻ അറിയപ്പെടുന്നത്. അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്ന ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡാണ്. ഇനി മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് അമിനോ ആസിഡാണ്. മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡ്. ഇനി പ്രോട്ടീൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്ന നൈട്രിക് ആസിഡാണ്. പ്രോട്ടീൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡാണ്. ഓക്കെ, PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് വസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് നോക്കാം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡാണ്. പുളി, മുന്തിരി എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡാണ്. പുളിയിലും മുന്തിരിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡാണ്. ഇനി തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ്. ആപ്പിളിൽ മാലിക്കാണ്, തക്കാളിയിൽ ഓക്സാലിക് ആസിഡാണ്. ഓക്കെ, ഇനി നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ്. നാരങ്ങയിലും ഓറഞ്ചിലൊക്കെ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ്. പാല്, മോര് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്. പാല്, മോര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്നത് ടാനിക് ആസിഡാണ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്നത് ടാനിക് ആസിഡ്. കൊഴുപ്പിലും എണ്ണയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സ്റ്റിയറിക് ആസിഡാണ്. കൊഴുപ്പിലും അതുപോലെ എണ്ണയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സ്റ്റിയറിക് ആസിഡാണ്. ഒന്നുകൂടി നോക്കാം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ്. പുളി, മുന്തിരി എന്നിവയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡാണ്. പാല്, മോര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡാണ്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡാണ്. കൊഴുപ്പ്, എണ്ണ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡാണ്. ഓക്കെ.